പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NISൻ്റെ SSLC +2 2025 വർഷത്തിൽ ഏതെല്ലാം മാസങ്ങളിൽ ഇനി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഈ ഏപ്രിൽ മാസത്തിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 2025 ഏതെല്ലാം മാസങ്ങളിൽ എക്സാം എഴുതാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആദ്യമായി വരുന്ന എക്സാം ഓൺ ഡിമാൻഡ് എക്സാമാണ്. 2025 ഈ വരുന്ന ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസങ്ങളിലാണ് ഓൺ ഡിമാൻഡ് എക്സാം നടക്കുന്നത്. കേരളത്തിൽ 4 ജില്ലകളിലാണ് എക്സാം: കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, ട്രിവാൻഡ്രം. അതിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ അഡ്മിഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും നമ്മളിപ്പോൾ നൽകി വരുന്നുണ്ട്. ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ് ഈ 3 ഗ്രൂപ്പിലേക്കുള്ള അഡ്മിഷൻ നൽകുന്നുണ്ട്. പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ ഇതെല്ലാം നമ്മൾ നൽകുന്നുണ്ട്. ഓക്കെ, എക്സാമിനുള്ള രജിസ്ട്രേഷൻ വർക്കുകൾ, ഹാൾ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്ന എക്സാം നമുക്ക് സ്ട്രീം 2 പ്രകാരം ഈ ഒക്ടോബറിൽ നടക്കുന്ന എക്സാമാണ്. സ്ട്രീം 2 നോർമലായിട്ട് നടക്കുന്ന എക്സാമാണ് ഈ ഒക്ടോബറിൽ നടക്കുക. അതിലേക്കുള്ള അഡ്മിഷനും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ 10ാം ക്ലാസ്സും +2 വരുന്നുണ്ട്. 10ാം ക്ലാസ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ബോർഡിൽ 10 തോറ്റ വിദ്യാർത്ഥിയാണ്. ഏത് വർഷമായാലും കുഴപ്പമില്ല. 5 വർഷത്തിനുള്ളിൽ തോറ്റ വിദ്യാർത്ഥിയാണെങ്കിൽ പാസ്സായതെന്ന് 2 ട്രാൻസ്ഫർ ചെയ്ത് 3 എഴുതിയാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ +2 തന്നെ ഏതെങ്കിലും ബോർഡിൽ +2 തോറ്റ വിദ്യാർത്ഥിക്ക് ഈ ഒക്ടോബറിൽ +2 എഴുതാം. 2020 ശേഷം +2 തോറ്റാണെങ്കിൽ വെറും 3 വിഷയം എഴുതി +2 പാസ്സാകാവുന്നതാണ്. ഇതിലേക്കുള്ള അഡ്മിഷനും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒക്ടോബറിൽ എക്സാം എഴുതുന്ന സ്ട്രീം 2 പ്രകാരമുള്ള എക്സാമിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാം സെൻറ്റർ ഉണ്ട്. അതിൽ അഡ്മിഷനും ക്ലാസ്സുകളും ഗൈഡുകളും ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് NIS അല്ലാതെ വേറൊരു ബോർഡ് വരുന്നുണ്ട്. ബോർഡ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ബോസിൻ്റെ കീഴിലുള്ള ഓൺലൈനായിട്ട് വീട്ടിലിരുന്നിട്ട്, ഗൾഫിലുള്ളവർക്കാണ് അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ പരീക്ഷ എഴുതി SSLC +2 പാസ്സാകാവുന്നതാണ്. ഇത് 100% പാസ്സാവും. കാരണം എക്സാമിൻ്റെ വീട്ടിലിരുന്ന് എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആൻസറുകളൊക്കെ ചിലപ്പോൾ സെർച്ച് ചെയ്ത് എഴുതാനുള്ള അവസരങ്ങൾ കിട്ടുന്നത് കൊണ്ട് പാസ്സാണ്. ഇതിന് ഇക്വലൻസി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നേഴ്സിങ്ങിനും മറ്റുള്ള നീറ്റ് എക്സാമിനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സുകൾ ബോസ് എഡ്യൂക്കേഷൻ്റെ ഓൺലൈൻ പരീക്ഷ നൽകുന്നത്. ഇതിലും നമ്മൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് നൽകുന്നുണ്ട്. ഇത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. ഓൺലൈനായിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം, ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാം, ഷുവർ പാസ്സുമാണ്. താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെയുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബോസ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ബോസിൻ്റെ അഡ്മിഷന് നൽകുന്ന ഒരു സെൻറ്റർ നമ്മുടെ സെൻറ്ററാണ്. മറ്റുള്ള സെൻറ്ററിൽ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ഫീസ് മാറ്റം വരാം. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.